നമസ്കാരം. ഞാൻ ആറ്റിയാൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ പറയുന്നത് പൂജ ബമ്പറിനെ കുറിച്ചാണ്. അതായത് ഈ വരുന്ന 2025 നവംബർ മാസം 22-ാം തീയതി ശനിയാഴ്ച, അന്ന് തൃക്കേട്ട നക്ഷത്രം, വെളുത്തപക്ഷ ദ്വിതീയ. അപ്പം കുറേ വീഡിയോ ചെയ്തായിരുന്നു. ബമ്പർ ഒരു 3 ഓണ ബമ്പറൊക്കെ പറഞ്ഞായിരുന്നു, 3 വർഷത്തെ വിഷു ബമ്പർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്ലാനറ്റ് പൊസിഷൻ അത് 22-ാം തീയതി. ഇപ്പം നമ്മൾ ഈ നോക്കുന്നത് 22-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. അപ്പോൾ ആ ഒരു പ്ലാനറ്റ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതെല്ലാം ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽപ്പുണ്ട്, അതിൻ്റെ ഒരു അവസ്ഥ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വ്യാഴൻ്റെ സ്ഥിതി കർക്കിടകത്തിലാണ്. നമ്മൾ മുന്നേ ഓണബമ്പർ പറയുമ്പോൾ ധനകാരകനായ വ്യാഴം നിന്നത് മിഥുനത്തിലായിരുന്നു. ഇപ്പം നിൽക്കുന്നത് ഉച്ചനായിട്ട് കർക്കിടകത്തിൽ അതിസാര വ്യാഴം എന്ന് പറയും നിൽക്കുകയാണ്. ഇപ്പം വക്രഗതിയും കൂടെയാണ്. ഇപ്പം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ ഭാഗ്യം? അപ്പോൾ ചിലവരൊക്കെ കളിയാക്കുന്നുണ്ട്, ഒരു പ്രൈസ് അല്ലേ ഉള്ളൂ. ഒരു പ്രൈസ് അല്ലല്ലോ. ഇപ്പോൾ 1 കോടിയുടെ 20 പേർക്ക് കൊടുക്കുകയാണ്, 50 ലക്ഷത്തിൻ്റെ 40 പേർക്ക് കൊടുക്കുകയാണ്. പിന്നെ ഫസ്റ്റ് പ്രൈസ്. അപ്പം ബാക്കിയുണ്ടെങ്കിൽ കിട്ടട്ടെ. നമുക്കിപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അത് നക്ഷത്രം ഇന്നവർക്ക് വ്യാഴൻ്റെ അനുകൂലം ഉണ്ടെങ്കിൽ ആ നമ്പർ വരെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ജലരാശിയാണ് വരുന്നത് വ്യാഴൻ്റെ സ്ഥിതി. അപ്പം ജലരാശി എന്ന് ഉദ്ദേശിക്കുന്നത് കടലോരം, ഇപ്പം ആലപ്പുഴ, കോഴിക്കോട്, തിരുവനന്തപുരം, കടലോര നഗരങ്ങളിലാണ് ഈ പ്രാവശ്യം ഓണബമ്പറിൻ്റെ ഫസ്റ്റ് പ്രൈസ് അടിക്കാനുള്ള ചാൻസ്. അപ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ യോഗം നോക്കാം. മിഥുനക്കോ, അതായത് മകീരാര, തിരുവാതിര, പുണർന്നം, മുക്കാൽ. ഇവർക്ക് ഉച്ചനായിട്ടുള്ള വ്യാഴം 2-ലാണ് സ്ഥിതി. അത് 10-ാം ഭാവാധിപൻ 7-ാം ഭാവാധിപനായ ഗുരുവിൻ്റെ സ്ഥിതി കർക്കിടകത്തിൽ ഉച്ചസ്ഥാനത്താണ്. ഇപ്പോൾ എടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 3-ാം നമ്പറാണ്. വ്യാഴൻ്റെ 3-ാം നമ്പർ എടുക്കുക. സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് 2-ാം ഭാവാധിപനും കൂടെ നോക്കണം. അപ്പം തൃക്കേട്ട നക്ഷത്രമാണ്, നീചനാണ് അന്ന് സ്ഥിതി. ചന്ദ്രൻ്റെ സ്ഥിതി വ്യാഴൻ ഉച്ചനാണെങ്കിൽ ചന്ദ്രൻ നീചനാവുകയാണ്. വ്യാഴ ദൃഷ്ടി ചന്ദ്രന് വരെയാണ് അന്നേ ദിവസം. അപ്പം 2-ാം നമ്പർ പറയുന്നത് സെക്കൻഡ് ചോയ്സ് 2-ാം നമ്പറാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ചോയ്സ് 3-ാം നമ്പർ, സെക്കൻഡ് ചോയ്സ് 2-ാം നമ്പർ. അപ്പോൾ ഈ മിഥുനക്കുറുകാർ ഈ നമ്പർ അത് കൂട്ടി വരുന്ന സംഖ്യ, ചിലർ 4 നമ്പർ കൂട്ടിയെടുക്കും, ചിലർ 6 നമ്പർ കൂട്ടിയെടുക്കും. എടുത്ത് വരുന്ന സംഖ്യ ഒന്നിൽ 3-ാം നമ്പർ വരിക, അല്ലെങ്കിൽ 2-ാം നമ്പർ വരിക. പ്രൈസ് ഉറപ്പാണ്. ഇനി അടുത്ത് കന്നിക്കൂർ. കന്നിക്കൂറിന് 11-ലാണ് വ്യാഴൻ്റെ സ്ഥിതി. ലാഭം, പെട്ടെന്നുള്ള ധനാഗമം. ഇപ്പോൾ ചിലർ കുറിയൊക്കെ ചേർന്ന് കാണും, 10 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ ഒക്കെ. അത് പെട്ടെന്ന് ആ കുറി വീഴാനുള്ള അവസരം കാണുന്നു. ലോട്ടറിയുടെ അത് പറയുകയാണെങ്കിലും ഇവർക്കും 2-ാം ഭാവാധിപനായ ശുക്രൻ, അങ്ങനെയും പറയാം. അപ്പോൾ ഇപ്പോഴും വ്യാഴനാണ്. ഇവർക്കും വ്യാഴൻ്റെ സ്ഥിതിയാണ് 11-ൽ. 3-ാം നമ്പർ ഫസ്റ്റ് ചോയ്സ്. സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് 6-ാം നമ്പർ. എടുക്കുന്നത് ഭാഗ്യം സിദ്ധിക്കും. ഇനി അടുത്ത് വരുന്നത് വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിന് വ്യാഴം 9-ലാണ് സ്ഥിതി, ഉച്ചനായിട്ട് ഭാഗ്യസ്ഥാനം. 2-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനായ വ്യാഴൻ 9-ൽ നിൽക്കുന്നത് വളരെ പ്രത്യേകതയാണ്. അന്നേ ദിവസം അവരുടെ രാശിയും കൂടെയാണ്. അതായത് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഇവർക്ക് ഫസ്റ്റ് ചോയ്സ് 3-ാം നമ്പരും സെക്കൻഡ് ചോയ്സ് 2-ാം നമ്പരുമാണ് കാണുന്നത്. ഇവർക്കും പ്രൈസ് ഉറപ്പാണ്, കിട്ടാനുള്ള യോഗം കാണുന്നു. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടൂലല്ലോ. അപ്പോൾ എണ്ണമറ്റ പ്രൈസുകളുണ്ടല്ലോ, ഏതെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത് വരുന്നത് മകരക്കൂർ. ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഇവർക്ക് വ്യാഴൻ 7-ലാണ് സ്ഥിതി. അപ്പോൾ ആധിപത്യ ബലമില്ല. അതായത് 3, 12-ാം ഭാവാധിപനായ വ്യാഴം നിൽക്കുന്നത് ആധിപത്യ ബലമില്ല. അപ്പം നമ്മൾ ആരെ നോക്കണം? ആ 3-ാം ഭാവം ശനിയുടെ സ്ഥിതി, രാശി അധിപന്റെ. ഇവർക്ക് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് 8-ാം നമ്പരും സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് 2-ാം നമ്പരും. ഇവർക്കും ഈ ഭാഗ്യം സിദ്ധിക്കും. ഇനി അടുത്ത് വരുന്ന രാശി മീനരാശി. മീനരാശിയുടെ ഒരു പ്രത്യേകത, രാശി അധിപനായ വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. രാശിക്ക് ദൃഷ്ടിയും വരെയാണ്. ഇവർക്കും ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് 3-ാം നമ്പരാണ്. അതായത് കേരള പൂജാ ബമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. മീനക്കുറിൽ വരുന്ന നക്ഷത്രം ഉരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് 3-ാം നമ്പർ ഫസ്റ്റ് ചോയ്സും
9-ാം നമ്പർ സെക്കൻഡ് ചോയ്സ്. ഇവർക്കും ഭാഗ്യം സിദ്ധിക്കും. അപ്പോൾ ഈ ബമ്പർ എടുക്കുമ്പോൾ നിങ്ങൾ കൂട്ടിയെടുക്കുന്നവർ, അതായത് നമ്പർ എങ്ങനെ, ചിലവർ സംശയം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കൂട്ടിയെടുക്കുക. ചിലർ 4 സംഖ്യ കൂട്ടിയെടുക്കും, ചിലവർ 6 സംഖ്യ കൂട്ടിയെടുക്കും. ഇപ്പോൾ 13 13 4ആണ്. 4 നമ്മൾ കൂട്ടുന്നിരിക്കട്ട് 1 3 1 3. അപ്പം 1 3 4 1 3 4 4 4 8 ഇങ്ങനെയാണ് സംഖ്യ കൂട്ടേണ്ടത്. ചിലപ്പോൾ വീണ്ടും ഡൗട്ട് വരാം, 6 സംഖ്യ എങ്ങനെ കൂട്ടിയെടുക്കും? 30 60 90 അങ്ങനെ വരാം. 30 60 90. അപ്പം ഇതിലെല്ലാം 3 0 വരെയാണ്. അപ്പം നമുക്ക് സംഖ്യ കൂട്ടുമ്പോൾ 3 അക്കം 0 മാറ്റിയിട്ട് കൂട്ടുമ്പോൾ 3 6 9 9 1 10 15 3 18 9-ാം നമ്പരാണ് വരുന്നത്. അതായത് 36 9, അതായത് 3 6 9 9 9 18. അപ്പം 8 1 9 കൂട്ടി വരുമ്പോൾ ഒറ്റ സംഖ്യ 9 ആണ് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് നമ്പർ എടുക്കേണ്ടത്. കുറേ ആൾക്കാർ വിളിച്ച് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ഇടും ഇതിൽ എങ്ങനെയാണ് കൂട്ടേണ്ടത്, എങ്ങനെ. വീണ്ടും ആവർത്തിച്ച് പറയാം. വേറൊരു സംഖ്യ നമുക്ക് 6 നമ്പർ കൂട്ടി പറയാം. 32 44 35 ഇത് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ 32 എന്ന് പറയുന്നത് 3 2 5, 32 34 34 എന്ന് പറയുന്നത് 4 3 7. അപ്പോൾ 5ഉം 7ഉം 12. പിന്നെ ഒരു 35 വരെയാണ്, അത് 8ആണ്. 5 5 3 8. അപ്പോൾ 20 0 കഴിച്ചാൽ 2-ാം നമ്പരാണ് അതിൽ വരുന്നത്. അത് 33 34 35 6 7 13 13 8 21ആണ്. അപ്പം 2 1 2 1 3. അപ്പം 33 34 35 കൂട്ടി വരുമ്പോൾ 3-ാം നമ്പരാണ് വരുന്നത്. വീണ്ടും പറയാണ്, 33 എന്ന് പറയുമ്പോൾ 3 3 6, 34 7, 4 3 7, 35 8. അപ്പം 15 6 21 2 1 3. ഇങ്ങനെയാണ് നമ്മൾ സംഖ്യ കൂട്ടുന്നത്. ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭമസ്തു.